Boche Gold and Diamonds. Buy now, pay later. അനങ്ങന്മലയിലെ വരോട് ക്വാറി ഉൾപ്പെട്ട പ്രദേശത്തെ ഉരുൾപൊട്ടൽ സാധ്യത ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കണമെന്ന് ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോ സ്റ്റേറ്റ് എൻവയോൺമെന്റൽ ഇംപാക്ട് അതോറിറ്റിയോ പരിശോധിക്കണമെന്ന ശുപാർശ കമ്മിറ്റി ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. വരോട്ട് ക്വാറി സംബന്ധിച്ച് കോടതി പരിഗണിക്കുന്ന കേസിന്റെ ഭാഗമായാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് അനങ്ങമല സംരക്ഷണ സമിതി ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2 പരിസ്ഥിതി ലോല പ്രദേശങ്ങൾക്കിടയിലാണ് വരോട് ക്വാറി ഉൾപ്പെട്ട പ്രദേശമുള്ളതെന്നും ഇവിടുത്തെ ചോലകൾ വറ്റാനിടയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്നറിയാൻ ശാസ്ത്ര പരിശോധന വേണം. അതിനായാണ് വിദഗ്ധ സമിതി പരിശോധിക്കണമെന്ന ആവശ്യം സമിതി മുന്നോട്ട് വയ്ക്കുന്നത്. കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും സബ് കളക്ടറും ജിയോളജിസ്റ്റും ഉൾപ്പെട്ട സമിതിയാണിത്. നിലവിൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. അതേസമയം ക്വാറിയിൽ നേരത്തെ പൊട്ടിച്ച കല്ലുകൾ കൊണ്ടുപോകാൻ അനുമതിയുണ്ട്. എന്നാൽ ഇത് ലംഘിച്ച് ഇപ്പോഴും ക്വാറി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അനങ്ങമല സംരക്ഷണ സമിതി ഭാരവാഹികൾ പറയുന്നു. ഇതിനെതിരെ പ്രദേശവാസികളായ 26 പേർ ചേർന്ന് ഒറ്റപ്പാലം സബ് കളക്ടർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ഭീതിയുള്ളതിനാൽ വരോട്ടെ ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് കാണിച്ച് നേരത്തെ പ്രദേശത്തെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സമരവുമായി രംഗത്തെത്തിയിരുന്നു. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ അനങ്ങമലയിലുള്ള ക്വാറി 2 മീഡിയം ഹസാർഡ് സോണിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. ഒന്ന് 66 മീറ്ററും ഒന്നിൽ 50 മീറ്ററും ദൂരം മാത്രമേ ഉള്ളൂ. ഇതൊരു ഹസാർഡ് സോണിലാന്ന് പറയുന്നില്ല, മീഡിയം ഹസാർഡ് സോണിൻ്റെ ഇടയിലാണ് കിടക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ 2 ചോലകൾ അവിടെ ഉണ്ടായിരുന്നത് പറ്റാൻ സാധ്യതയുണ്ട്. അവിടുത്തെ മണ്ണ് വളരെ ലോലമാണ്. പിന്നെ ലാൻഡ് സ്ലൈഡ് അതിൻ്റെ ഒരു ഭൂപ്രകൃതി വെച്ചുകൊണ്ട് ചെറിയ പ്രകമ്പനങ്ങൾ ഉണ്ടായാൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് അങ്ങനെ നമുക്ക് പറഞ്ഞാൽ അറിയില്ല. അതുകൊണ്ട് അതിനൊരു ശാസ്ത്രീയ പരിശോധന യഥാർത്ഥത്തിൽ നടത്തണം. അത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തണം എന്നുള്ളവർ പറഞ്ഞു. ഒന്നാമത്. രണ്ടാമത് പറഞ്ഞത് സ്റ്റേറ്റ് എൻവയോൺമെൻറ്റൽ അതോറിറ്റി ഇത് വീണ്ടും പരിശോധിക്കണം എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു കോപ്പി ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് തരാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ശരിയാണെന്നുള്ളതാണ് അവിടെ പറയുന്നത്. IM സതീശൻ, P പരമേശ്വരൻ, M അഷറഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.